രാധേ രാധേ. ഒരു ദിവസം വൃന്ദാവനത്തിൽ രാധാറാണിയും കണ്ണനും സഖിമാരും എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സഖിമാരെല്ലാം രാധാറാണിക്ക് ചരണച്ചിഞ്ചാറ് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഖി രാധാറാണിക്ക് ചരണച്ചിഞ്ചാറ് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ണൻ ആ സഖിയോട് പറയും, നീ ഒന്ന് മാറിയിരുന്നേ, ഞാൻ പുരട്ടിക്കൊടുക്കാം എന്റെ രാധയ്ക്ക് ചരണച്ചിഞ്ചാറ് എന്ന് പറയും. അപ്പോൾ സഖിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കണ്ണന് ചരണച്ചിഞ്ചാറൊന്നും പുരട്ടാൻ അറിയില്ല എന്നുള്ള ഭാവത്തിൽ സഖി കണ്ണനെ ഒന്ന് നോക്കും. എന്നിട്ട് ആ സഖി രാധാറാണിയെ നോക്കിയിട്ട് ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഭാവത്തിൽ നോക്കും. കാരണം ഈ സഖിമാർക്ക് കൃഷ്ണൻ ഒരു പ്രശ്നമേ ഇല്ല. അവർക്കെല്ലാം രാധാറാണിയാണ് അവരുടെ സർവസ്വവും. രാധാറാണിക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നതും രാധാറാണിയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഓരോ നിമിഷവും അവർ ചെലവഴിക്കുന്നതും. അപ്പോൾ ആ സഖി രാധാറാണിയെ ഒന്ന് നോക്കും. അപ്പോൾ രാധാറാണി സമ്മതഭാവത്തിൽ കൃഷ്ണന് കൊടുത്തോളൂ എന്ന് സഖിയെ ഒരു നോട്ടം നോക്കും. അപ്പോൾ സഖി ആ ചരണചിഞ്ചാറിന്റെ പാത്രം കണ്ണന് കൊടുക്കും. അപ്പോൾ കണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കൈയിൽ ചരണചിഞ്ചാറിന്റെ പാത്രം, അപ്പുറത്തെ കൈ രാധാറാണിയുടെ പാദങ്ങൾ എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ വെക്കും ചരണചിഞ്ചാറ് പുരട്ടാനായിട്ട്. കണ്ണൻ അത് ചെയ്ത നിമിഷം തന്നെ ശരീരമാസകലം രോമാഞ്ചം വന്നു. കണ്ണൻ ഏതവസ്ഥയിലാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. വല്ലാത്ത ആ പ്രണയ സ്പർശം ഏറ്റ നിമിഷം വല്ലാത്തൊരവസ്ഥയിലേക്ക് കണ്ണൻ എത്തുന്നു. ശരീരം മുഴുവൻ വിറയല് ബാധിക്കുകയാണോ, ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വേറൊരു ലോകത്തെത്തിയതുപോലെ എന്താ തന്റെ മുന്നിൽ നടക്കുന്ന ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കണ്ണന്റെ കയ്യിൽ നിന്ന് ആ അവസ്ഥയിൽ ചരണചിഞ്ചാറിന്റെ പാത്രം വഴുതി പോകുന്നു. അപ്പോ സഖി ആ പാത്രം എടുത്ത് താൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ സഖി ചരണചിഞ്ചാറ് രാധാറാണിയുടെ പാദങ്ങളിൽ പുരട്ടി തുടങ്ങുന്നു. അങ്ങനെ ആ സഖി ഒരു പാദത്തിൽ മുഴുവൻ ചരണചിഞ്ചാറ് പുരട്ടുന്നു. അപ്പൊ ആ സഖിയും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നു, സ്നേഹത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക്. രാധാറാണി എന്ന് വെച്ചാൽ അത്രയും വലിയ പ്രണയ ദേവതയാണ്. ചുറ്റിനുമുള്ള എല്ലാവരിലേക്കും പ്രണയവും സ്നേഹവും വ്യാപിപ്പിക്കും. അപ്പൊ ആ സഖിയും വല്ലാത്തൊരു സന്തോഷ അവസ്ഥയിലേക്ക്, ആനന്ദ അവസ്ഥയിലേക്ക് ആ സഖിയും എത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചരണചിഞ്ചാറ് പുരട്ടണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നോക്കുമ്പോൾ ഏത് പാദത്തിലാണ് ചരണചിഞ്ചാറ് താൻ പുരട്ടിയത് എന്ന് സഖിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം അത്രയും മനോഹരമായ വെളുത്ത് തുടുത്ത ചുവന്ന പാദങ്ങളാണ് രാധാറാണിയുടേത്. ആ ചരണചിഞ്ചാറ് ചുവന്ന നിറമാണ്. അത് പുരട്ടിയതും പുരട്ടാത്ത പാദങ്ങളും ഒരേപോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ര മനോഹരവും ചുവന്ന സുന്ദരവുമാണ് എന്നാണ് ആ പാദങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ ആ സഖി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് പാദങ്ങളും രാധാറാണിയുടെ രണ്ട് പാദങ്ങളും എടുത്ത് കയ്യിൽ ഇങ്ങനെ വെക്കും. വെച്ച് നോക്കിയിട്ട് ഏത് പാദത്തിനാണോ ഒരല്പമെങ്കിലും ഭാരം കൂടുതൽ അതാണ് ചരണചിഞ്ചാറ് പുരട്ടിയ പാദം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. കാരണം രാധാറാണിയുടെ പാദങ്ങൾ അത്രയും മൃദുലവും കോമളവുമാണ്. അപ്പോൾ ഏത് പാദത്തിലാണോ ചരണചിഞ്ചാറ് പുരട്ടുന്നത് ആ ചരണചിഞ്ചാറ് പോലും രാധാറാണിയുടെ പാദത്തിൽ കുറച്ച് ഭാരമായി വരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം മൃദുലവും കോമളവുമാണ് രാധാറാണിയുടെ പാദങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.